എന്നിട്ട് മണ്ണിൽ കിടക്കുന്ന ചോരക്കറയുള്ള ഭൂപ്പട്ടയും മാലയും മൗനമായി നോക്കി നിന്ന് കുറച്ചു കഴിഞ്ഞ് അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ നിർത്താതെ ഒഴുകുവാൻ തുടങ്ങി. അവസാനം അവർ ഒന്നലറി, മാനസാ! പിന്നീട് അങ്ങോട്ട് അവിടെ എല്ലാവരുടെയും സങ്കടക്കലയായിരുന്നു. അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. രാത്രിയിൽ ഇന്ന് രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായ ചെമ്പകശ്ശേരി മനയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ആദി. പെട്ടെന്ന് അവിടേക്ക് ആദിയുടെ അമ്മ മല്ലിക കയറി വന്നു. തൻ്റെ മകൻ ചെമ്പകശ്ശേരി മനയിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ട് പരിഭ്രമിച്ചവർ അവിടേക്ക് വന്നത്. മോനെ ആദി, ഈ സമയത്ത് ഇവിടെ എന്ത് ചെയ്യുകയാണ്? അമ്മ പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കരുതെന്ന്. എന്താണ് മോനെ നീ പറഞ്ഞനുസരിക്കാത്തത്? ഈ വീട്ടിലും ഉണ്ട് രണ്ട് പെൺകുട്ടികൾ. എന്താണമ്മ? അമ്മ അപ്പോഴും പറയുന്നത് ശരിയാണ്. പക്ഷേ ഇതുവരെ എന്താണ് കാരണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടോ? ഇനിയെങ്കിലും ഒന്ന് പറയൂ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ കുട്ടി എവിടെ പോയി? ആ കുട്ടി മരിച്ചെങ്കിൽ ബോഡി കിട്ടണ്ടേ? അല്ലാതെ എങ്ങനെ മരിച്ചെന്ന്